ഇറാന്റെ തന്ത്രപ്രധാനമായ റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും ഹൈവേകളും ലക്ഷ്യം വെച്ച് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ. കോം, കാഷൻ എന്നിവിടങ്ങളിലെ 2 പ്രധാന പാലങ്ങളും 4 റെയിൽവേ സ്റ്റേഷനുകളും ആക്രമണത്തിൽ തകർന്നു. കാഷനിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. ഇറാന്റെ സാമ്പത്തിക ഗതാഗത മേഖലകളെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആക്രമണം. കാസ്വീൻ, സഞ്ചാൻ, കറാച്ച്, കാഷീൻ എന്നീ 4 പ്രവിശ്യകളിലെ റെയിൽവേ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. റെയിൽവേ ലൈനുകൾക്ക് സമീപം പോകരുതെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ഇതോടെ മഷഹദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ടെഹ്റാനെയും തബ്രിസിനെയും ബന്ധിപ്പിക്കുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ തകർന്നു. തബ്രിസിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയുണ്ടായ ആക്രമണത്തിൽ റോഡ് തകർന്നതോടെ വടക്കൻ വ്യവസായ മേഖലകളിൽ നിന്നുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. സഞ്ചാനിലെയും കഷാനിലെയും നിർണായകമായ റെയിൽവേ പാലങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗതാഗത സംവിധാനങ്ങൾക്ക് പുറമെ ഇറാന്റെ വൈദ്യുതി വിതരണ ശൃംഖലയും ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടന്നു. കറാച്ചിലെ പ്രധാന വൈദ്യുതി ലൈനുകളിൽ മിസൈലുകൾ പതിച്ചതോടെ നഗരത്തിന്റെ പല ഭാഗങ്ങളും ഇരുട്ടിലായി. ഇറാന്റെ റെഡ് ക്രസന്റ് വിഭാഗം ഈ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചു. ഒരു വലിയ നാഗരികത ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കും. അതൊരിക്കലും തിരിച്ചുവരില്ല. 47 വർഷത്തെ കൊള്ളയടിക്കലിനും അഴിമതിക്കും മരണത്തിനും ഇന്ന് അവസാനമാകുമെന്നും ട്രംപ് കുറിച്ചു. ഇറാൻ വെടിനിർത്തലിന് തയ്യാറാകാൻ നൽകിയ സമയപരിധി അവസാനിക്കാൻ 12 മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് ഈ പ്രസ്താവന. ആക്രമണത്തിന് പിന്നാലെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്തെത്തി. തങ്ങളുടെ ചുവന്ന രേഖകൾ ലംഘിക്കപ്പെട്ടാൽ പശ്ചിമേഷ്യയ്ക്ക് പുറത്തും തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ ഭീഷണി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒരു ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ.